കണ്ണാ ചാടല്ലേ. നീ എന്തോടാ അവന് മെസ്സേജ് ഇട്ടത്? ഭൂമിക്ക് വിടാന്ന്. നോട്ടിഫിക്കേഷൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ച എന്റെ അമ്മാവല്ലായിരിക്കുന്നു. നോക്കിയപ്പോഴല്ലേ യവൻ. ഞാൻ ഈ ഭൂമിന്ന് പോവുക. ഏത് ഗ്രഹത്തിലോട്ട്? ഏതേലും ഒക്കെ ഗ്രഹത്തിലോട്ട്. കണ്ണാ പ്രശ്നം പറ, നമുക്ക് സംസാരിക്കാം. അച്ഛൻ പോടാന്ന് പറഞ്ഞു. ഓടാന്ന് പറയാനുള്ള അധികാരം ഒരു അച്ഛനില്ലേ? അങ്ങനെയാണ് എന്റെ അച്ഛൻ ഇച്ചിരി അധികാരം കൂടുതലാ. നീ ഇവന്റെ അച്ഛൻ ഇവനെ വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആ സമയത്ത് എനിക്ക് തന്നെ തോന്നിപ്പോ ഞാൻ തന്തയില്ലാത്തവനാന്ന്. അവസ്ഥ നോക്കണേ. അതെനിക്കും തോന്നാറുണ്ട്. എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞടാ. അതിനു വേണ്ടി നീ എന്താ ചെയ്തേ? കാണിച്ചു തരാം. ഇതെന്റെ അച്ഛൻ. അച്ഛൻ്റെ 20,000 രൂപ മേടിച്ചിട്ട് പഞ്ചാബിലുള്ള ശേഖരന്റെ കയ്യിൽ കൊടുത്തു. എന്തിന്? ഡബിൾ ചെയ്യാൻ. അപ്പൊ 20,000 കൊടുത്ത് 40,000 കിട്ടിയ? കിട്ടി. ആ തരിപ്പില് 1,00,000 രൂപ അച്ഛൻ്റെ കൂട്ടുകാരുടെ മേടിച്ച് ശേഖർ ദാദയ്ക്ക് വീണ്ടും കൊടുത്തു. 1-2 കിട്ടിയ? അണ്ണാക്കി കിട്ടി. അയാൾ ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മൾ കൊടുത്ത 50,000 ശേഖരന്റെ ആണോ? അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇപ്പൊ ചാവും. അയ്യ, ഒന്ന് പറഞ്ഞ് 2 ഈ ഫ്രൂട്ടി എടുത്തോണ്ട് കായലിൽ ചാടാൻ പോകുന്നതിന് ഞങ്ങളത് മറന്ന്. ആര് മറന്ന്? കുറച്ച് കഴിഞ്ഞ് ഓർക്കാം. നീ ടെൻഷൻ ആവാതെ, പൈസ ശേഖരട്ടന്റെ ഉണ്ടല്ലോ. പിന്നെ മുണ്ടക്കൽ ശേഖരന്റെ ഇരിക്കുന്ന പോടാ ഇറങ്ങി. അല്ലി ശേഖര എവിടെയുള്ളതെന്ന് പറഞ്ഞ്? പഞ്ചാബില്. നീ ഒരു അടയാളം പറ, നമുക്ക് കണ്ടുപിടിക്കാം. നല്ല താടിയും തലേ ടാറപ്പ ഉണ്ടെന്ന് തോന്നുന്നു. തോന്നുന്നെന്നാ? അല്ല, പഞ്ചാബി ആണല്ലോ. നല്ല ഫ്രഷ് അടയാളം പഞ്ചാബിയുള്ള ചെല്ലിപ്പ കണ്ടുപിടിക്കാം. നീ സമ്മാനപ്പെടും. നമുക്ക് ആ പൈസ വേണ്ട, മരിക്കല്ലേ. ഇതെന്തോത്തിന് മുങ്ങിച്ചാമ്പ പൂച്ചാനാ? ഒന്ന് സമ്മാനപ്പെടുത്തടാ. ഞാൻ അച്ഛനെ വിളിച്ചൊന്ന് സമ്മാനപ്പെടുത്തിട്ട് പോയി ഞാൻ കൂടെ ചാണ്ടി വരും. നീ എന്തെങ്കിലും അറിയാവുന്ന നീ എങ്ങനെടാ മുങ്ങിച്ചാടി സൂയിസൈഡ് ചെയ്യുന്നത്? അതിന് ആര് ചാടിച്ചാവാൻ പോയി? ഫ്രൂട്ടിയിലെല്ലാം 1-ാം തരം എലി വെച്ച് അടിച്ചു വെച്ചേക്കുന്നത്. ഓ, ഫ്രൂട്ടിസൈഡ് ആയിരുന്നു. സുജിയേ, കാശാണോ പ്രധാനം? ഒരു കൂട്ടുകാരന്റെ ജീവിതമല്ലേ. ആ, വിളിക്കാം. ഒന്നുമില്ല. മരണം ഒന്നിനൊരു പരിഹാരമല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. സുധീറെ, ആ വണ്ടി ഒന്ന് എടുത്തേ. എന്തിന്? ഒരു എമർജൻസി. മേടിക്കാം. അതല്ല, ഹോസ്പിറ്റൽ എമർജൻസി. അല്ല, ഇവനെ രക്ഷിക്കണ്ടേ? അവനെ നമ്മൾ രക്ഷിച്ചല്ലോ, ഇനി അടുത്ത ആളെ രക്ഷിക്കണം. അടുത്തതാ? ഒരു രക്ഷയില്ലട്ടാ. ഡേറ്റ് കഴിഞ്ഞ് ഞാൻ തോന്നുന്നു. കണ്ണ് പരിഹാരം ഒന്നിനൊരു ആത്മഹത്യ ഇല്ല കേട്ടോ. അതെ, സത്യമാണ്. അത് കാണും ജീവിതമുള്ള കണ്ണ്. ഒറ്റ എടുപ്പെടുത്തോടാ. അത് ചെലി പോലും ഇത്ര പെട്ടെന്ന് ചാവൂല. ഡബിൾ ഇൻഡിക്കേറ്റർ എന്തിനാ? ഒന്നുമില്ല, അവനെ അടുത്തും വലുത്ത് പറഞ്ഞൂടാ.